പോലീസ് അതിക്രമം തന്നെ ലക്ഷ്യം വെച്ചായിരുന്നുവെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകി. എല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അതേസമയം അടിക്ക് തിരിച്ചടി നൽകുമെന്ന് കെ മുരളീധരനും പറഞ്ഞു. സാധാരണ സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ മുതിർന്ന നേതാക്കളടക്കം സ്റ്റേജിലിരിക്കെ പോലീസിന്റെ ജലപീരങ്കി, കണ്ണീർവാതക, ഗ്രനേഡ് പ്രയോഗം. നേതാക്കളാകെ പതറി, അണികൾ ചിതറിയോടി. തന്നെ ലക്ഷ്യമിട്ടാണ് പോലീസ് നടപടിയെന്ന് കെ സുധാകരൻ. അടിച്ചു വീഴ്ത്താൻ നോക്കേണ്ടെന്ന് മുന്നറിയിപ്പ്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളെ പോലത്തെ സീനിയർ ലീഡേഴ്സ് സംസാരിക്കുമ്പം ഇതുപോലെ പ്രതികരിച്ച ഒരു പോലീസിന്റെ ചരിത്രം കേരളത്തിൽ ആദ്യത്തേതായിരിക്കും. നമ്മളിപ്പോ ഇത് വിട്ടുകൊടുക്കാനൊന്നും കഴിയില്ലല്ലോ, നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കണ്ടേ. മുഖ്യമന്ത്രിയുടെ അറിവോടെയുള്ള നടപടി എന്ന് രമേശ് ചെന്നിത്തല. ഞങ്ങൾ എല്ലാവരും വേദിയിലിരിക്കുകയാണ്. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു വലിയ തോതിലുള്ള ശബ്ദം കേൾക്കുന്നത്. ടിയർ ഗ്യാസ് പൊട്ടിച്ചാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതുപോലെ വലിയ ഫോഴ്സായിട്ട് വെള്ളം അടിക്കുന്നു. അടിക്ക് തിരിച്ചടിയാണ് മറുപടി എന്ന് കെ മുരളീധരൻ. അല്ലാതെ ഇനിയിപ്പോൾ ഗാന്ധി മാർഗത്തിലൊന്നുമല്ല, ഇന്ന് ചെയ്ത ശുദ്ധ തോന്നിവാസമാണ്. ഞങ്ങളുടെ പ്രവർത്തകരെ ഇങ്ങോട്ട് അടിക്കാൻ വരുമ്പോൾ അങ്ങോട്ട് തിരിച്ച് പ്രതികരണം ഉണ്ടാകും. സർക്കാരിനോടും പോലീസിനോടും ക്ഷമിക്കാനാകില്ലെന്ന് ശശി തരൂർ. ഒരു വാർണിംഗ് ഉണ്ടായിരുന്നില്ല, ഒരു പ്രൊവക്കേഷൻ ഉണ്ടായിരുന്നില്ല, ആരും ഒന്നും ചെയ്തില്ല. എല്ലാവരും പ്രതിപക്ഷ നേതാവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നവകേരള സദസ്സിന്റെ ഓഡിറ്റിംഗ് നടത്തി ജനകീയ സമരം ശക്തമാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ ഇന്നും യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം തുടർന്നു. വീഡിയോ ജേർണലിസ്റ്റുകളായ മനു ബാലകൃഷ്ണനും വിജിത്തിനും രതീഷ് കട്ടേലയ്ക്കുമൊപ്പം ടീം റിപ്പോർട്ടർ, തിരുവനന്തപുരം.